സോൾഡ് പത്താമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടൂൾസ് ലീനിയർ സ്കെച്ച് പാറ്റേൺസ് ആൻഡ് സർക്കുലർ സ്കെച്ച് പാറ്റേൺ എന്ന് പറയുന്ന രണ്ട് ടൂൾസും പിന്നെ പ്ലെയിൻ എന്ന് പറയുന്ന ടൂൾസുമാണ്. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ടോപ്പ് ലൈനിൽ ഒരു സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഒരു സെൻറ്റർ റെക്റ്റാങ്കിൾ വരച്ചു. സോ ഇവിടെ നമുക്കൊരു പാറ്റേൺ ഫോം ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ലീനിയർ സ്കെച്ച് പാറ്റേൺ സർക്കുലർ സ്കെച്ച് പാറ്റേൺ എന്ന് പറയുന്ന രണ്ട് ടൂൾസ് ഉപയോഗിക്കുന്നത്. സോ അതിന് തന്നെ നമുക്ക് ലീനിയർ സ്കെച്ച് പാറ്റേൺസ് എന്താണെന്ന് നോക്കാം. ഞാനൊരു നമുക്ക് ഈ ഡയഗണൽസ് ആവശ്യമില്ല, ജസ്റ്റ് ട്രിം ചെയ്ത് കളയാം. സോ നെക്സ്റ്റ് നമ്മളൊരു ഹെക്സഗൺ ഇവിടെ വരച്ചു. ഓക്കെ, ഇത് നമുക്ക് ഒരു പാറ്റേൺ ഫോം ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയാണ് നമ്മൾ ലീനിയർ സ്കെച്ച് പാറ്റേൺസ് യൂസ് ചെയ്യുക. സോ ലീനിയർ സ്കെച്ച് പാറ്റേൺ ക്ലിക്ക് ചെയ്തു. സോ ആദ്യത്തെ കോളം നമ്മൾ ഏത് ആക്സിസിനെ ബേസ്ഡ് ആണ് നമ്മൾ ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ ഡിസ്റ്റൻസ് ആണ്. സോ ഏറ്റവും ആദ്യം നമുക്ക് ഏറ്റവും അടിയിൽ എൻറ്റിറ്റി ടു പാറ്റേൺ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് വേണ്ട എൻറ്റിറ്റീസ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എത്ര ഇൻസ്റ്റൻ്റാണ് വേണ്ടത് ആ ഒരു ഇതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതേ ഓപ്ഷൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ലഭ്യമാണ്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാറ്റേൺ ഫോം ചെയ്തേക്കണേ. സോ അതിന് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ റിവേഴ്സ് ഡയറക്ഷനിലാവും. ദെൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ മാറ്റി ട്രിഗർ ചെയ്യാൻ പറ്റും. സോ ഇത് ആംഗിൾ ഓപ്ഷനാണ്. എക്സ് ആക്സിന് എത്ര ആംഗിൾ മേക്ക് ചെയ്തിട്ടാണ് അത് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. 0 to 360 ഡിഗ്രി ഇടയ്ക്ക് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരു ആംഗിളിലും നമുക്ക് പാറ്റേൺ ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്കത് അടിച്ചു കൊടുക്കാം. 45 ഡിഗ്രി ആംഗിളിൽ ആണ് ഇപ്പോൾ പാറ്റേൺ ഫോം ആയേക്കണം. നമുക്കത് വീണ്ടും 0യിലേക്ക് മാറ്റാം. ഓക്കെ, ദെൻ ഈ ഓപ്ഷൻ നമുക്ക് വൈ ഡയറക്ഷൻ കൂടി പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഇത് അതിനകത്ത് ഈ ഇൻസ്റ്റൻറ്റ് കൗണ്ട് നമ്മൾ മാറ്റി കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇവിടെ നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ വേണമെങ്കിൽ ആ വൈ ഡയറക്ഷനിൽ നമുക്ക് പാറ്റേൺ ഫോം ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ലൈൻ 7 നമുക്ക് ആവശ്യമില്ലെന്ന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഡിലീറ്റ് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ 7ാമത് സെലക്ട് ചെയ്ത ആ ലൈൻ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി സെലക്ട് ചെയ്യാം, കാരണം നമുക്കത് ആവശ്യമുണ്ട്. സോ അടുത്ത ഓപ്ഷൻ ഇൻസ്റ്റൻറ്റ് ടു സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും അടി കിടപ്പുണ്ട്. അതിന് നമുക്ക് ചില ഇൻസ്റ്റൻറ്റിന് ആവശ്യമില്ല. സോ എനിക്ക് ഈ ഒരു ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്കത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിപ്പായി പോകുന്നതാണ്. അതിനാണ് ഇൻസ്റ്റൻറ്റ് ടു സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ പാറ്റേൺ യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്കത് കട്ടോ എക്സ്ട്രൂഡ് കട്ടോ പോലെയാണ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ പാറ്റേൺ യൂസ് ചെയ്യുക. നമുക്ക് പാറ്റേൺ സ്കെച്ചിൽ മാത്രമല്ല അവൈലബിൾ ആണ്, നമ്മൾ ഫ്യൂച്ചേഴ്സ് പാനലിലും പാറ്റേൺസ് അവൈലബിൾ ആണ്. അത് നമ്മൾ ഫ്യൂച്ചർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാറ്റേൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്യൂച്ചേഴ്സിലെ പാറ്റേൺ ആണ് കൂടുതൽ പെർഫോമൻസും സ്പീഡും നമുക്ക് കിട്ടുക. നമ്മൾ അതിനകത്ത് ആദ്യം ഫ്യൂച്ചർ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാറ്റേൺ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ സ്കെച്ച് ചെയ്യുന്നതിന് പകരം. സോ നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സർക്കുലർ സ്കെച്ച് പാറ്റേൺ എന്ന് പറഞ്ഞ കമാൻഡാണ്. സോ അതിനുവേണ്ടി അത് നമ്മൾ ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, നമുക്ക് ഈ സർഫസിലാണ് നമുക്ക് സർക്കുലർ സ്കെച്ച് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം അതിനുവേണ്ടി വീണ്ടും ആ പ്ലെയിനിൽ ഒരു സ്കെച്ച് ക്രിയേറ്റ് ചെയ്തു. സോ അതിനുശേഷം നമ്മളൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് പാറ്റേണായിട്ട് മാറ്റേണ്ടത്. സോ നമുക്ക് അതിൻ്റെ റെഫറൻസിന് വേണ്ടി ഒരു പോയിൻ്റ് അടയാളപ്പെടുത്താം. സെൻറ്റർ പോയിൻ്റ് ഈ സർക്കിളിൻ്റെ ഈ ഒരു പോയിൻ്റ് ബേസ് ആയിട്ടാണ് നമുക്ക് ഇതൊരു പാറ്റേണായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് അതിനുവേണ്ടി നമ്മൾ സർക്കുലർ സ്കെച്ച് പാറ്റേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡിഫാൾട്ടായിട്ട് നമ്മുടെ ഒറിജിൻ ആയിരിക്കും സെലക്ട് ചെയ്ത് വെച്ചേക്കണേ. സോ അത് നമ്മൾ മാറ്റുക, ക്ലിയർ സെലക്ഷൻ, ദെൻ നമ്മുടെ ഈ പോയിൻ്റ് സെലക്ട് ചെയ്യുക. സോ അതിന് ശേഷം എൻറ്റിറ്റി ടു പാറ്റേൺ എന്ന് പറഞ്ഞ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഏത് എൻറ്റിറ്റിയാണ് പാറ്റേൺ ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ആ സ്ക്വയർ ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ അടിയിലത്തെ ഓപ്ഷൻ നമുക്ക് അതിൻ്റെ നമ്മൾ സെൻറ്റർ പോയിൻറ്റിൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കുന്ന ഓപ്ഷനാണ്. അത് നമ്മൾ അഡ്ജസ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ഷിഫ്റ്റ് ആവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിന് പകരം അപ്പോൾ നമുക്കൊരു 8 ഇഞ്ചിൻ്റെ ആവശ്യമുണ്ട്. സോ ഇത് എത്ര ആംഗിളിലാണ് നമുക്ക് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ്. സോ നമുക്കിപ്പോൾ ആർക്കിൻ്റെ ഇതായിട്ടാണ് വേണ്ടെങ്കിൽ നമുക്കൊരു 180 ഡിഗ്രി കൊടുത്ത ഹാഫ് സർക്കിളായിട്ട് മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ നമുക്ക് വീണ്ടും 360ലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഇത് നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റ് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ഈ 2 ഓപ്ഷൻ സ്പേസിങ്ങും ഇൻസ്റ്റൻറ്റ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇത് റേഡിയസ് ആണ്. ഇത് നമ്മൾ മാറ്റുന്നതനുസരിച്ച് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഇത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ബോഡി ഒരു ഫുള്ളി ഡിഫൈൻഡ് ആണ് ആ പൊസിഷനിൽ. സോ റേഡിയസ് നമ്മൾ ചേഞ്ച് ചെയ്താൽ പിന്നെ അതിന് ഓപ്ഷൻ സെൻറ്റർ പോയിൻ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. റേഡിയസ് ചേഞ്ച് ചെയ്യുക, സെൻറ്റർ പോയിൻ്റ് ചേഞ്ച് ആവും. സോ അത് നമ്മൾ വീണ്ടും ഡ്രാഗ് ചെയ്ത് അതേ പൊസിഷനിലേക്ക് തന്നെ വെച്ചു. പിന്നെ ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി നമ്മൾ ഒരു സെൻറ്റർ പോയിൻ്റ് ഡിഗ്രി വൈസ് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ പഴയ പോയിന്റിലേക്ക് തന്നെ വെച്ചു. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സർക്കുലർ പാറ്റേണിലുള്ളത്. ഓക്കെ, നമുക്ക് ഒരു കട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ സർക്കുലർ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് സ്കെച്ചിലെ പ്ലെയിനാണ്. നമുക്കിത് ഒരു 3D സ്കെച്ച് ഫോം ചെയ്തിട്ടാണ് പ്ലെയിൻ ഫോം ചെയ്യുക ഇതിനകത്ത്. അതുപോലെ തന്നെ ഈ പ്ലെയിൻസ് 2 ടൈപ്പ് ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഫ്യൂച്ചേഴ്സിൽ റിഫറൻസ് ജോമെട്രിയുടെ അകത്താണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കെച്ചും മറ്റും ഫോം ചെയ്യാൻ യൂഷ്വലായിട്ട് ഈ റിഫറൻസ് ജോമെട്രി ഫ്യൂച്ചേഴ്സിനകത്ത് ഈ പ്ലെയിൻ യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ കൺവീനിയൻസ്. കാരണം അത് ഇനിഷ്യലി തന്നെ ഒരു പ്ലെയിൻ തന്നെയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫോം ആവുക. നമ്മൾ അതിനുവേണ്ടി വേറെ സ്കെച്ച് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്കെച്ചിനകത്ത് കിടക്കണ ഈ പ്ലെയിൻ ഇത് ശരിക്കും ആദ്യം ഒരു സ്കെച്ച് പ്രൊഡ്യൂസ് ചെയ്യും, അതിൽ നിന്നാണ് പ്ലെയിൻ ഉണ്ടാക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ പ്ലെയിൻ എപ്പോഴും കാണും. കാരണം നമുക്ക് സെക്ഷൻ വ്യൂ ഒന്നും ആ പ്ലെയിൻ ഉപയോഗിച്ച് എടുക്കാൻ പറ്റുന്നതല്ല. നമുക്ക് ആദ്യം ഈ പ്ലെയിനിൻ്റെ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ടോപ്പ് ലൈനിൽ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നമ്മൾ എക്സ്ട്രൂഡ് ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആണ്. ഇനി നമുക്ക് ഒരു പ്ലെയിൻ പ്രൊഡ്യൂസ് ചെയ്യണം. അത് ഈ കോർണറിൽ കൂടെ പാസ് ചെയ്യണം, ഈ കോർണറിൽ കൂടെ പാസ് ചെയ്യണം, ദെൻ ദിസ് കോർണറിൽ കൂടെ പാസ് ചെയ്യണം. അങ്ങനെ ഒരു പ്ലെയിനാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ നമുക്കിനി നമുക്ക് സ്കെച്ച് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഈ പ്ലെയിൻ യൂസ് ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്കെച്ച് പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ അപ്പോൾ ഇത്
നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ സ്കെച്ച് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്ലെയിൻ ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പോൾ ഒരു 3D സ്കെച്ചായിട്ടാണ് ഈ പ്ലെയിൻ നമുക്ക് വിസിബിൾ ആവുക. സോ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് റെഫറൻസ്, സെക്കൻഡ് റെഫറൻസ് ആൻഡ് തേർഡ് റെഫറൻസ്. നമുക്ക് ഫസ്റ്റ് റെഫറൻസ് ആയിട്ട് ഇവിടെ നമുക്ക് പ്ലെയിൻസ് സെലക്ട് ചെയ്യാം. റെഫറൻസ് ആയിട്ട് എഡ്ജസ് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ പോയിൻറ്റ്സും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ആദ്യത്തെ ഈ പോയിൻറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ കോയിൻസിഡൻ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യണേക്കുന്നത്. അതുകൊണ്ട് ഈ പോയിൻ്റ് നമ്മൾ ഈ വരയ്ക്കുന്ന പ്ലെയിനിൽ കൂടെ പാസ്സാകും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. സോ നെക്സ്റ്റ് സെക്കൻഡ് റെഫറൻസ് എന്നുള്ള കോളത്തിൽ നമ്മൾ ഈ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതും കോയിൻസിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 2 പോയിൻറ്റിൽ കൂടെ പ്ലെയിൻ പാസ് ചെയ്യും. സോ തേർഡ് റെഫറൻസിനകത്ത് നമുക്ക് ഈ ഒരു പോയിൻ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഈ 3 പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യണ ഒരു പ്ലെയിനാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കണേ. സോ ടിക്ക് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഒരു സ്കെച്ചായിട്ടാണ് വന്നേക്കണേ. നമുക്കിത് എക്സിറ്റ് ചെയ്താലേ അതൊരു പ്ലെയിനായിട്ട് വിസിബിൾ ആകുക. ഇതൊരു 3D സ്കെച്ചാണിത്. ഈ പ്ലെയിന് സാധാരണ യൂസ് ചെയ്യുന്ന 3D സ്കെച്ചിനകത്ത് നമുക്ക് എളുപ്പത്തിൽ ഡ്രോയിങ് വരയ്ക്കാനൊക്കെയാണ്. സോ ഇപ്പോൾ നമ്മൾ പ്ലെയിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ശരി, നമുക്കിനി ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് ഈ പ്ലെയിനിൽ നമുക്ക് സ്കെച്ച് ആഡ് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നമുക്ക് ഒരു സർക്കുലർ ആണെങ്കിൽ സർക്കിളിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് ഈ പ്ലെയിനിൽ സെലക്ട് ചെയ്യാം. സോ ഈ പ്ലെയിനിൽ നമുക്ക് സ്കെച്ച് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഈ പ്ലെയിനിൽ നമുക്ക് ഇങ്ങനെ സ്കെച്ച് വരച്ച് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ ബേസിക്കലി ഫസ്റ്റ് പ്ലെയിൻ, ടോപ്പ് പ്ലെയിൻ, റൈറ്റ് ആംഗിൾ, ഇതിന് ആംഗിളായിട്ട് നമുക്ക് പ്ലെയിന് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ അതിൽ സ്കെച്ച് വരച്ച് ഇതുപോലെ 45 ഡിഗ്രിയിലൊക്കെ എക്സ്ട്രൂഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ പ്ലെയിൻ ഓപ്ഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പത്തിലും അതുപോലെ തന്നെ കൂടുതൽ ഫീച്ചേഴ്സ് ഇതുപോലത്തെ 3D സ്കെച്ച് വരച്ച സ്കെച്ചിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ വ്യൂ ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് റിഫറൻസ് ജോമെട്രി, ഫീച്ചേഴ്സ് പാനലിൽ റിഫറൻസ് ജോമെട്രിയിൽ സെയിം പ്ലെയിൻ കമാൻഡ് ഉണ്ട്. സോ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ആ വഴി നമുക്ക് പ്ലെയിൻ ഫോം ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ ഇവിടെ വെർട്ടെക്സ് സെലക്ട് ചെയ്തു. സെക്കൻഡ് റെഫറൻസ്, ദെൻ തേർഡ് റെഫറൻസ്, ക്ലിക്ക് ഓക്കെ. സോ ഇവിടെ 2 പ്ലെയിൻസ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലെയിനിൽ നമുക്കും സ്കെച്ച് ഡയറക്റ്റായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ശരിക്കും ഈ 3D വെച്ചിട്ടുള്ള പ്ലെയിനിൽ നമുക്ക് എഡിറ്റ് സ്കെച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. മറ്റേത് നമുക്ക് സ്കെച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ടൂൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ സ്കെച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഈ പ്ലെയിനിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സ്കെച്ച് ഫോം ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത പ്ലെയിനിൽ. സോ ഇത്രയാണ് പ്ലെയിനിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഫീച്ചേഴ്സിലെ ഈ പ്ലെയിനിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഫീച്ചേഴ്സ് പാനൽ കവർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്.